മേഖല തിരിച്ച് വടക്കൻ കേരളം, മധ്യ കേരളം, തെക്കൻ കേരളം അവിടെ ഓരോ മുന്നണിക്കും എത്ര സീറ്റുകൾ വീതമാണ് ഇങ്ങനെ ലീഡ് നിലയിൽ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നുകൂടി ഒന്ന് നോക്കാം. വടക്കൻ കേരളത്തിൽ LDF 28, UDF 26, NDA 0. 6 ടൈറ്റ് ഫൈറ്റ്. അവിടെ വടക്കൻ കേരളത്തിൽ 6 ടൈറ്റ് ഫൈറ്റ്. ഇപ്പോൾ വടക്കൻ കേരളത്തിൽ ഒരു ചെറിയ മേൽക്കൈ 28, 26 എന്ന നിലയിലാണ് LDF ഉം UDF നിൽക്കുന്നത്. 6 ടൈറ്റ് ഫൈറ്റും നടക്കുന്നു. ഇനി മധ്യ കേരളം പരിശോധിക്കാം. മധ്യ കേരളത്തില് UDF വ്യക്തമായ മേൽക്കൈയുണ്ട്. 18 LDF ആണെങ്കിൽ 21 UDF. 2 മാത്രമേ ടൈറ്റ് ഫൈറ്റ് നടക്കുന്നുള്ളൂ മധ്യ കേരളത്തിൽ. ഇനി തെക്കൻ കേരളം, അവിടെ LDF അല്പം മുന്നിലാണ്, 20, UDF 15, 4 ടൈറ്റ് ഫൈറ്റ്. വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും LDF ഉം മധ്യ കേരളത്തിൽ UDF ഉം മുമ്പിലാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. പക്ഷേ ഈ വടക്കൻ കേരളത്തിൽ LDF 2 സീറ്റുകൾക്കാണ് മുന്നിൽ നിൽക്കുന്നത്. തിരിച്ച് മധ്യ കേരളത്തിൽ UDF 3 സീറ്റിനാണെങ്കിൽ തെക്കൻ കേരളത്തിൽ വരുമ്പോൾ LDF കുറച്ചുകൂടിയുള്ള ഒരു മുന്നേറ്റം കാണാം. അത് 5 സീറ്റുകളുടെ വ്യത്യാസമുണ്ട്. പക്ഷേ വടക്കൻ കേരളത്തിൽ 6 തെക്കൻ കേരളത്തിൽ 4 മധ്യ കേരളത്തിൽ 2 ടൈറ്റ് ഫൈറ്റ്, പ്രവചനാതീതമായ മത്സരം. 12 സീറ്റുകളാണ്. ആ 12 സീറ്റുകളായിരിക്കും ഏറ്റവും ക്രൂഷ്യലായിട്ട് വരുന്നത്. ഇപ്പൊ നോക്കിയാൽ ഒരുപക്ഷെ UDF സാധ്യത നഷ്ടപ്പെട്ട തെക്കൻ കേരളത്തിലേക്ക് എത്തിയപ്പോഴാണ്. UDF വടക്കൻ കേരളത്തിൽ അവർ ഒപ്പത്തിനൊപ്പം എത്തുന്നു, മധ്യ കേരളത്തിൽ മുൻതൂക്കം ഉണ്ടാക്കുന്നു. തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ അവർക്ക് LDF ഒപ്പം എത്താൻ സാധിക്കുന്നില്ല. അപ്പൊ തെക്കൻ കേരളത്തിൽ ഒരു മികച്ച പെർഫോമൻസ് അവർ കാഴ്ചവെച്ചാൽ ഒരുപക്ഷെ ചിത്രം ഇപ്പൊ മനസ്സിലാക്കേണ്ടത് KK ശൈലജ മട്ടന്നൂരിൽ മത്സരിക്കുമെന്ന് കരുതിയ സമയത്തെടുത്ത സർവേയാണ് നമ്മുടെ സർവേ. CC മുകുന്ദന് സീറ്റ് കിട്ടുമെന്നും അദ്ദേഹം രാഷ്ട്രീയ കാലാവസ്ഥ ഇതല്ലായിരുന്നു. ഇപ്പം ഫെബ്രുവരി 16-നും 26-നും ഇടയിൽ നടത്തിയ സർവേയാണ്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് രാഷ്ട്രീയ സാഹചര്യം മാറിയിട്ടുണ്ട്. ഒരു മാസം കഴിഞ്ഞാൽ വീണ്ടും ആ സമയത്ത് മൂഡിലാണ് LDF ഒരു നേരിയ മുൻതൂക്കം കിട്ടുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ LDF നേരിയ മുൻതൂക്കം ഇതിൽ ഉണ്ട്. ഇനി ഈ 12 സീറ്റുകൾ ടൈറ്റ് ഫൈറ്റിലുള്ള 12 സീറ്റുകളെ കൂടി സാധ്യത കൂടി പരിഗണിച്ച് ഇതിന്റെ റേഞ്ച് കണക്കാക്കി അതുകൂടി നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ വർഗീകരിച്ചാൽ ആർക്കായിരിക്കും മേൽക്കൈ? വരട്ടെ, ആ ഗ്രാഫിക്സ് കൂടി ഒന്ന് വരട്ടെ നമ്മുടെ സ്ക്രീനിൽ, അപ്പോൾ വ്യക്തമാവും കുറച്ചുകൂടി. 140 സീറ്റിൽ LDF 66 മുതൽ 77 വരെ, UDF 62 മുതൽ 73 വരെ, NDA 0 മുതൽ 2 വരെ. അതായത് 66 മുതൽ 77 വരെ സീറ്റ് നേടി ഒരു പക്ഷേ ഭരണ തുടർച്ച ഉണ്ടാവാം. 62 മുതൽ 73 വരെ സീറ്റ്, അതായത് വേണമെങ്കിൽ UDF-നും അതായത് 73 വരെ നേടുകയാണെങ്കിൽ ഈ ഭൂരിപക്ഷം ഈ മാജിക് നമ്പർ കഴിഞ്ഞ് 2 സീറ്റും അധികമുണ്ട്. 72 സീറ്റുമായിട്ട് അവർ ഭരിച്ചിട്ടുണ്ട് കേരളത്തിൽ. അതായത് 2011 സമാനമായ സാഹചര്യത്തിലേക്കാണോ കേരളം പോകുന്നത്? UDF ബെസ്റ്റ് കേസ് സിനാരിയോയിൽ അവർ 73 സീറ്റ് നേടി അധികാരം പിടിക്കും. LDF ബെസ്റ്റ് കേസ് സിനാരിയോയിൽ അവർ 77 സീറ്റ് നേടി ഭരണം പിടിക്കാം. ഇതാണ് സാഹചര്യം. LDF സംസ്ഥാനത്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 66 മുതൽ 77 വരെ സീറ്റുകൾ കിട്ടാം. UDF 62 മുതൽ 73 വരെ സീറ്റുകൾ കിട്ടാം. NDAക്ക് 0 മുതൽ 2 സീറ്റുകൾ വരെയും കിട്ടാം. ഇതാണ് കേരളത്തിന്റെ ഫെബ്രുവരി 16 മുതൽ 26 വരെ സർവേ നടത്തുമ്പോഴുള്ള രാഷ്ട്രീയ ചിത്രം. സ്ഥാനാർത്ഥികൾ അണിനിരക്കുമ്പോൾ, മത്സരം കടുക്കുമ്പോൾ, അടുത്ത ദിവസം രാഷ്ട്രീയം മാറുമ്പോൾ ഇനിയും മാറ്റങ്ങൾ സംഭവിക്കാം.